ആദ്യം തന്നെ ഈശോയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. 2020 ജനുവരി 22-ാം തീയതിയാണ് പരിശുദ്ധ കൃപാസന അമ്മ മാതാവിൻ്റെ നടയിൽ വന്ന് ഞാൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ പേര് ലിൻഡ ആൻ്റണി. ഞാൻ ചേനാച്ചിയിൽ നിന്നും വരുന്നു. 2020 പരിശുദ്ധ അമ്മയുടെ അടുത്ത് ഉടമ്പടി എടുക്കുമ്പോൾ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു നിയോഗമായിരുന്നു 4th ഇയർ BSc നേഴ്സിംഗ് എക്സാം നല്ല മാർക്കോടെ പാസ്സാകണമെന്നുള്ളത്. ഞാൻ അതിനു മുമ്പ് ഒത്തിരിയേറെ പരാജയങ്ങളെ നേരിട്ട ഒരു വ്യക്തിയാണ്. അതിനുശേഷം പരിശുദ്ധ കൃപാസന അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് 4th ഇയർ BSc നേഴ്സിംഗ് എക്സാം നല്ല മാർക്കോടെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ക്ലിയർ ആക്കുവാൻ സാധിച്ചു. പരിശുദ്ധ ദേവമാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ടാണ് ഞാൻ എക്സാം ഹാളിലേക്ക് പ്രവേശിച്ചത്. എല്ലാവരും എക്സാം തീരുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഉടമ്പടി കാശുരൂപം മുറുക്കെ പിടിച്ചുകൊണ്ട് എക്സാം കംപ്ലീറ്റ് ആക്കി. എനിക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ലായിരുന്നു ഇത്ര എളുപ്പത്തിൽ ഞാൻ എക്സാം കംപ്ലീറ്റ് ആക്കുമായിരുന്നു എന്ന്. അതുപോലെ തന്നെ വൈവയാണെങ്കിലും പരിശുദ്ധ ദേവമാതാവിൻ്റെ ഉടമ്പടി തൈലം തൊണ്ടയിൽ പുരട്ടിയാണ് ഞാൻ വൈവയൊക്കെ അറ്റൻഡ് ചെയ്തത്. ഒത്തിരി സന്തോഷത്തോടെ എനിക്ക് നന്നായിട്ട് എക്സാം കംപ്ലീറ്റ് ചെയ്യുവാൻ സാധിച്ചു. രണ്ടാമതായി 2 വർഷത്തോളമായി എന്നെ അലട്ടിയിരുന്ന അർട്ടിക്കേരിയ എന്ന് പറയുന്ന അലർജി രോഗമായിരുന്നു. പലപ്പോഴും എനിക്കത് മുഖം ഭയങ്കരമായിട്ടും തടിച്ചു പൊങ്ങുകയും പീരിയഡ്സിന് ഇറഗുലാരിറ്റീസ് ഒക്കെ വരികയും ചെയ്തിരുന്നു. സ്റ്റിറോയിഡാണ് അർട്ടിക്കേരിയയ്ക്ക് ഞാൻ എടുത്തിരുന്നത്. അർട്ടിക്കേരിയ എന്ന് പറഞ്ഞ രോഗം സീ ഫുഡുകളൊന്നും കഴിക്കാൻ പറ്റുന്നതല്ലായിരുന്നു. അതിനുശേഷം എനിക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഈ രോഗം മൂലമുണ്ടായി. പരിശുദ്ധ ദേവമാതാവിൻ്റെ നടയിൽ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം പിറ്റേ ദിവസം തന്നെ ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞു, മാതാവ് എന്നെ തൊട്ടു. ഞാൻ ഉടമ്പടി തൈലം എൻ്റെ ദേഹം മുഴുവനും പുരട്ടുമായിരുന്നു. അങ്ങനെ എനിക്ക് വളരെ സൗഖ്യം കിട്ടി. അർട്ടിക്കേരിയ എന്ന രോഗം പിന്നീട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇന്നീ നിമിഷം വരെ മാതാവ് എന്നെ അത് വരുത്തിയിട്ടില്ല. മൂന്നാമതായി എനിക്ക് UKVA എന്ന് പറയുന്ന IELTSൻ്റെ ഒരു എക്സാം ഉണ്ടായിരുന്നു. ആ എക്സാം ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ പാസ്സായത്. സീനിയർ കെയറായിട്ട് പോകുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആ എക്സാം എഴുതിയത്. പക്ഷേ ഏജൻസിക്കാർ വളരെ ഭീമകരമായ ഒരു പൈസയാണ് ചോദിച്ചിരുന്നത്. അത് ഞങ്ങളുടെ കുടുംബത്തിന് കൊടുക്കാനുണ്ടായിരുന്നില്ല. ഓൾറെഡി എനിക്ക് എഡ്യൂക്കേഷൻ ലോൺ ഉള്ളതുകൊണ്ട് UKVA സീനിയർ കെയർ അത് ഞാൻ ഉപേക്ഷിച്ചു. മാതാവ് എന്നെ അവിടെ ഒത്തിരി സ്നേഹത്തോടെ പരിപാലിക്കുകയായിരുന്നു ചെയ്തത്. 10 ലക്ഷം രൂപ കൊടുക്കുവാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്നു. പക്ഷേ എന്നിരുന്നാലും മാതാവ് നാട്ടിൽ തന്നെ എനിക്ക് ജോലി തന്ന മാതാവ് എന്നെ അനുഗ്രഹിച്ചു. മാതാവ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട്. ആദ്യമൊക്കെ സഞ്ചാരി മാതാവെന്ന് കേൾക്കുമ്പം എനിക്കൊരു അത്ഭുതമായിരുന്നു. പലപ്പോഴും സാക്ഷ്യം കേൾക്കുമ്പോഴാണ് സഞ്ചാരി മാതാവ് എന്നൊരു അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉളവെടുത്തത്. മാതാവ് കൂടെ വരുന്ന മാതാവാണെന്ന് എനിക്ക് മനസ്സിലായി. പലപ്പോഴും ഹോസ്പിറ്റൽ ഇൻ്റർവ്യൂവിനാണെങ്കിലും മാതാവിനെയും കൊണ്ടാണ് ഞാൻ എക്സാം എല്ലാം പാസ്സായിരുന്നത്. നാലാമതായി എൻ്റെ അച്ഛന് പാർക്കിൻസൺ രോഗിയാണ്. 15 വർഷമായി എൻ്റെ അച്ഛൻ പാർക്കിൻസൺ രോഗത്താൽ വയ്യാതെ കിടക്കുകയായിരുന്നു. അച്ഛന് നടക്കുവാനൊക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മരുന്നുകളും ഒക്കെ കൊണ്ടാണെങ്കിലും രോഗം ഭേദമായിരുന്നില്ല. പരിശുദ്ധ ദേവമാതാവിൻ്റെ 3ാമത്തെ ഉടമ്പടി പുതുക്കലിലൂടെയാണ് അച്ഛൻ്റെ രോഗം ഭേദമായത്. അച്ഛൻ്റെ വയ്യാത്ത കാൽഭാഗങ്ങളിലെല്ലാം ഞാൻ ഉടമ്പടി തൈലം പുരട്ടി. അച്ഛന് അതിൽ സൗഖ്യം കിട്ടി. അച്ഛനിപ്പോൾ വളരെ നന്നായി. അച്ഛന് നേരത്തെക്കാട്ടിലും ഒത്തിരി നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു മാതാവ് എപ്പോഴും കൂടെ തന്നെയുണ്ട്. മാതാവിൻ്റെ അഭിഷേകം വളരെ വലുതാണ്. 5ാമതായി എൻ്റെ വീടിൻ്റെ പണി ഭാഗികമായി എൻ്റെ വീടിന് പണി പൂർത്തീകരിക്കാനുണ്ടായിരുന്നു. വീട്ടിൽ മേൽക്കൂരയിൽ ഷീറ്റ് പൊട്ടി ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് അച്ഛന് വളരെയധികം അലർജി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മാതാവ് അവിടെയും ഞങ്ങളെ സഹായിച്ചു. വീട് പണി പ്രതീക്ഷിക്കുന്നതിലും നന്നായിട്ട് പൂർത്തീകരിക്കുവാൻ മാതാവ് ഭാഗികമായാണെങ്കിലും മാതാവ് അതിന് പണി നന്നായി ചെയ്യുവാനായിട്ട് മാതാവ് സഹായിച്ചു. 6ാമതായിട്ട് മാതാവ് എനിക്ക് തന്ന വലിയൊരു അനുഗ്രഹമാണ്. എൻ്റെ അച്ഛന് പെട്ടെന്നൊരു ദിവസം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പം അച്ഛൻ പെട്ടെന്ന് ബ്ലഡ് വൊമിറ്റ് ചെയ്യുകയും ICUയിൽ കിടക്കുകയും അച്ഛൻ ചെയ്തിരുന്നു. അപ്പോൾ എനിക്കത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അച്ഛൻ്റെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. ഞാൻ ഒറ്റ മോളാണ്. അപ്പോൾ പരിശുദ്ധ ദേവമാതാവിൻ്റെ പ്രാർത്ഥന എല്ലാം ഞാൻ ചൊല്ലുമായിരുന്നു. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും സായന പ്രാർത്ഥനയും എല്ലാം ഞാൻ ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. അച്ഛന് അതുകൊണ്ട് തന്നെ ICUയിൽ കിടന്നപ്പോഴാണെങ്കിലും ഉടമ്പടി തൈലം പുരട്ടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതുകൊണ്ട് അച്ഛൻ്റെ അസുഖം വളരെ ഇമ്പ്രൂവ്മെൻ്റ് അച്ഛനുണ്ടായി.
അതുപോലെ ICUയിൽ കിടന്നപ്പോൾ വളരെ വലിയ ഒരു എമൗണ്ടാണ് ഞങ്ങൾക്ക് അടയ്ക്കേണ്ടി വന്നിരുന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപയോളമായി. പക്ഷേ പല വ്യക്തികൾ മുഖാന്തരം ഞങ്ങൾക്ക് മാതാവ് അവിടെയും ഞങ്ങളെ അനുഗ്രഹിച്ചു. ചെറുതും വലുതുമായ അനുഗ്രഹങ്ങൾ മാതാവ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങളെ ഇതുവരെ കാത്തു പരിപാലിച്ച മാതാവിനും തിരുക്കുമാരനും കോടാനുകോടി നന്ദി പറയുന്നു. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നു, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. മാതാവിൻ്റെ അനുഗ്രഹത്തിനും തിരുക്കുമാരൻ്റെ അനുഗ്രഹത്തിനും കോടാനുകോടി നന്ദി. കർത്താവിൻ്റെ അഭയസങ്കേതമാണ്. അനർത്ഥങ്ങളിൽ നിന്ന് അവിടുന്ന് എന്നെ രക്ഷിക്കുന്നു. രക്ഷ കൊണ്ട് എന്നെ പൊതിയുന്നു. ആകയാൽ ദൈവഭക്തർ ആപത്തിൽ അവിടുത്തോട് പ്രാർത്ഥിക്കട്ടെ. കഷ്ടത കരകവിന് ഒഴുകിയാലും അതവരെ സമീപിക്കുകയില്ല. ലിൻഡ എന്ന ഈ സഹോദരി വ്യക്തിജീവിതത്തിലും കുടുംബത്തിലും ലഭിച്ച നന്മകളെ പരിശുദ്ധമ്മയുടെ സവിധത്തിൽ നന്ദിയോടുകൂടി സമർപ്പിക്കുകയാണ്. അമ്മ മാതാവിൻ്റെ ഉടമ്പടി എടുത്ത നാൾ മുതൽ ഒന്നിനു പിറകെ ഒന്നായി മകളുടെ ജീവിതത്തിൽ ലഭിച്ച നന്മകളെ ഓർത്തെടുക്കുന്നു. BSc നഴ്സിംഗ് പരീക്ഷ മകൾ പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ആദ്യ വർഷങ്ങളിലൊക്കെ മകൾ പലപ്പോഴും പരീക്ഷകൾ പരാജയപ്പെടുകയും ആവർത്തിച്ചെഴുതി ജയിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നുവെങ്കിലും 4th ഇയറിൽ എല്ലാ പരീക്ഷകളും ഒരുമിച്ച് ആദ്യ ശ്രമത്തിൽ തന്നെ വിജയിക്കുവാനായിട്ട് അമ്മ മാതാവിൻ്റെ സംരക്ഷണവും സഹായവും ലഭിച്ചുവെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അലർജിയുടെ ഒരു അസുഖം വളരെ കലശലായി മകളെ ബാധിച്ചിരുന്നുവെങ്കിലും ഉടമ്പടി തൈലവും നേർച്ച വസ്തുക്കളും ഉപയോഗിച്ചതിലൂടെ സൗഖ്യം ലഭിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിദേശത്ത് പോകുവാനുള്ള സാധ്യതകൾ പലപ്പോഴും മങ്ങുകയും വലിയ പണച്ചെലവായി അത് മാറുകയും ചെയ്തിരുന്ന നാളുകളിൽ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണയിൽ വേഗത്തിൽ പോകുവാനും എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കപ്പെടുവാനും അമ്മ മാതാവ് സഹായിച്ചതിനെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. അപ്പം സ്വന്തം പിതാവിനുണ്ടായ രോഗാവസ്ഥയിലും വലിയ രോഗദുരിതത്തിൻ്റെ നാളുകളിലും അമ്മ മാതാവിൻ്റെ വലിയ സഹായത്താൽ അവയ്ക്ക് ആശ്വാസവും നേർച്ചവസ്തുക്കളുടെ ഉപയോഗം മൂലം അവയ്ക്കുണ്ടായ സൗഖ്യത്തെക്കുറിച്ചും മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. ജീവിതത്തിൻ്റെ ഓരോ മേഖലയിലും അമ്മ മാതാവിൻ്റെ ഉടമ്പടിയിലൂടെ ലഭിച്ച നന്മകളെ മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രത്യേകിച്ച് മകൾ പറയുന്നുണ്ട്, ഉടമ്പടി എടുത്തതിന് ശേഷം അല്പം കൂടി ജീവിതമെന്ന വിശ്വാസത്തിൽ ആഴപ്പെട്ടു. അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുവാനുള്ള ശക്തി ലഭിച്ചു. ക്ലേശങ്ങൾ വരുമ്പോൾ പിടിച്ചു നിൽക്കുവാനായിട്ട് ഒരാത്മബലം ലഭിക്കുന്നുവെന്ന്. വഴികൾ അടയുമ്പോൾ വഴി തുറക്കുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയെന്ന് മകൾ നമ്മോട് പങ്കുവയ്ക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ദുരിതങ്ങൾ ഏറുമ്പോൾ ദുരിതങ്ങൾക്ക് സമാധാനവും പരിഹാരവും കൊണ്ടുവരുന്ന സാന്നിധ്യമാണ് പരിശുദ്ധ അമ്മയെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഞ്ചാരി മാതാവ് നമ്മൾ എവിടെയായിരുന്നാലും കൂടെ വരികയും നമ്മുടെ ജീവിതത്തിൻ്റെ അവസ്ഥകളിൽ സൗഖ്യവും സമാശ്വാസവും പ്രതീക്ഷയുമായി ജീവിതത്തെ അനുഗ്രഹിക്കുന്നുവെന്ന് മകൾ ലോകത്തോട് സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, കൃപാസനം എന്ന ഈ പ്രാർത്ഥനാലയത്തിൽ ഒരുമിച്ച് നമ്മൾ അണയുമ്പോൾ നമ്മുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കേണ്ട ആദ്യത്തെ ഉറപ്പുള്ള വിശ്വാസവും എൻ്റെ കണ്ണീര് കൊടുത്തുകൊണ്ട് എൻ്റെ ജീവിതം വിശുദ്ധീകരിച്ചുകൊണ്ട് അമ്മയുടെ തിരുനടയിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് എത്ര വലിയ പ്രശ്നവും ഏറെ നിസ്സാരമായി എനിക്ക് മാറ്റിത്തരുമെന്ന് ആ പ്രത്യാശയുള്ള വിശ്വാസത്തിലേക്കാണ് നമ്മളെ ഓരോരുത്തരെയും ഈ ആലയം കരം ചേർത്ത് പിടിച്ച് വിളിക്കുന്നത്. മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.